ഇത് നമുക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് മാവും ശകലം എള്ളും ശകല ഓമം ഇതെല്ലാം വെച്ച് നമുക്കൊരു കിടിലൻ പലഹാരം ഉണ്ടാക്കാം. അത് നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് മൈദ മാവിട്ട് കൊടുത്തു, ഗോതമ്പ് മാവിട്ട് കൊടുത്തു, എള്ളിട്ട് കൊടുത്തു, ഓമം ഇട്ട് കൊടുത്തു, ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഞാനങ്ങ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി കുറച്ച് പാലെടുത്ത് കുറേശ്ശെ പാലൊഴിച്ചതിന് നല്ലപോലെ ചപ്പാത്തി കുഴയ്ക്കുന്ന കണക്ക് നമുക്കിതങ്ങ് കുഴച്ചെടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചാൽ മതി. ചപ്പാത്തി കുഴക്കണം. ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുകയാണേ. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മാവെടുത്ത് ഒരു വലിയ ചപ്പാത്തിയുടെ ഉരുളയെടുത്തു. എന്നിട്ട് ശകലം എണ്ണ തൊടിയും മാവ് തൊടരുത്. എന്ന് വെച്ചാൽ മാവ് തൊടുമ്പം നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എണ്ണ അങ്ങ് കറക്കും. നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ വലിയൊരു ചപ്പാത്തിയായിട്ടങ്ങ് പരത്തണം. തിരിച്ച് മറിച്ചിട്ട് ഒരു വലിയ ചപ്പാത്തി പരത്തി. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് അങ്ങ് കട്ട് ചെയ്യണം. ഇതൊരു സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊരു സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തതുണ്ടാക്കുമ്പോൾ അമ്മ എടുക്കാം. ഇതെന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇതിനി ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. മടക്കിയിട്ട് ഒരു പിച്ചാത്തി എടുത്ത് ആ പിച്ചാത്തി തന്നെ ദാണ്ടെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണം. കണ്ടോ, ഇങ്ങനൊരു കട്ട് കൊടുക്കണം. എടുത്തിട്ട് നമ്മൾ ഈ വിരലിൽ ഇങ്ങനെ ചുറ്റണം. കണ്ടോ, ഇങ്ങനെ ചുറ്റണം. ഇത് കണ്ടോ. നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഞാൻ എല്ലാം പരത്തി എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈവനിങ് സ്നാക്സ് എളുപ്പമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാവ് കാച്ചി അതിലും ഇടാം, സ്വീറ്റ്നെസ് കിട്ടും. പക്ഷെ ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ഇടുന്നില്ല. എനിക്ക് സോൾട്ടാണ് ഇഷ്ടം.
ഇത് കണ്ടോ, നല്ല പൂ പോലെ വന്നില്ലേ? ഞാൻ സിമ്പിളാണ് വെക്കുന്നത്. എന്തെങ്ങനെയുണ്ട്? ഓക്കെ, നല്ല പൂ പോലെ വന്നില്ലേ? നമുക്ക് എല്ലാം ഇനി വറുത്ത് കോരിയെടുക്കാം. എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളെ റോസാപ്പൂ സ്നാക്സ്, ഈവനിങ് സ്നാക്സ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ പാവ് കാച്ചി അത് ഇട്ട് കൊടുത്താൽ ഒരു മധുരം കിട്ടും. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ വെറും ഉപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെയും പറയും, ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പ് മൈദാമാവ്, 1 കപ്പ് ഗോതമ്പ് മാവ്, കുറച്ച് എള്ള്, കുറച്ച് ഓമം, 1 മുട്ട, പാല് കുഴച്ചു, 1 സ്പൂൺ നെയ്യ്. ഇത്രയേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്തത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എളുപ്പം ഉണ്ടാക്കാനൊക്കെ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കമൻ്റ് അടിക്കണം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.